സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അഖിലായി പുകച്ചും. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. വെണ്ണിലവ് തൊട്ട് മുത്തമിടാസേ എന്നെ இந்த ഭൂമി சுற்றி வர ஆசை. രാധ തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണ്. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ. ഹായ്, നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ അമ്പനാകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ വന്നിട്ടുള്ളത് ഒരു വലിയൊരു കലാകാരിയെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അതായത് സാഹചര്യങ്ങൾ കൊണ്ട് പലരും അറിയപ്പെടാതെ പോയ നല്ലൊരു ഗായിക. ഈ അടുത്ത കാലത്താണ് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത്, ഈ ആളെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചത്. ഒരു അമ്പലത്തിലെ പൂ കെട്ടുന്ന ഒരു ജോലി മാത്രമായിട്ട് അങ്ങനെ പോകുന്ന ഒരു വീട്ടമ്മ, പക്ഷേ അസാധ്യമായിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കാനുള്ള കഴിവ്. ആ ഒരാളെ തേടി നമ്മൾ എത്തിയിട്ടുള്ളത് മിനി എന്ന് പറയുന്ന ആ ചേച്ചിയുടെ അടുത്ത് തന്നെയാണ്. അവരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ മിനി ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളും പാട്ടുകളൊക്കെയാണ്. ഞാൻ മൻസൂർ മുഹമ്മദ്, തിരുപ്പൂർ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. നമസ്കാരം. മിനി ചേച്ചിയാണ്. നമ്മുടെ എങ്ങനെയുണ്ട് പാട്ടൊക്കെ, എങ്ങനെ പോകുന്നു? പാട്ടൊക്കെ അത്യാവശ്യം ഈ ഗ്രൂപ്പൊക്കെ വന്നപ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ ഒന്ന് പുറത്തു വിടാനായിട്ട് പറ്റുന്നുണ്ടല്ലേ? രണ്ടാമത് തുടങ്ങിയത്. ആദ്യം ചെറുതിലെ തന്നെ പാടുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ പാട്ടൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ അടുത്ത സാഹചര്യം അങ്ങനെ ആയിരുന്നു. അപ്പം അത് കാരണം പാട്ടൊക്കെ നിർത്തി. പിന്നെ ഈ ഗ്രൂപ്പുകളും കൊറോണ ഒക്കെ വന്നപ്പോ ആ ഗ്രൂപ്പൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ആക്റ്റീവായിട്ട്. എനിക്ക് തോന്നുന്നു കൊറോണ വന്നപ്പോഴാണ് ഇതുപോലെ പല ഗ്രൂപ്പുകളും ആക്റ്റീവ് ആയത്, ആളുകൾ ഒരു നേരം പോക്കിനൊക്കെ ആയിട്ടല്ലേ. ആ കൂട്ടത്തിൽ നമ്മുടെ പഴയ കഴിവുകളൊക്കെ വീണ്ടും ഒന്ന് തേച്ച് മിനുക്കി എടുക്കാനായിട്ട് സാധിച്ചല്ലേ. അതെ. മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അഖിലായി പുകച്ചും. ഞാനൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അഖിലായി പുകച്ചും. വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ. എൻ്റെ നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. ഇപ്പൊ നിലവിൽ എന്താ ചെയ്യണ ജോലി? ഇപ്പൊ അമ്പലത്തില് മാലകെട്ട്, കഴകൻ ജോലി. അമ്പനാകുളങ്ങര അമ്പലത്തില് കഴകൻ ജോലിയാ ചെയ്യുന്നല്ലേ. എത്ര വർഷമായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ? ഒരു 10 വർഷമല്ല, മുത്തശ്ശിയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പൊ മുത്തശ്ശിക്ക് വയ്യാണ്ട് വന്നപ്പം നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുവാണ്. മുത്തശ്ശി ഇപ്പം മരിച്ചിട്ട് 4 വർഷമായുള്ളൂ. എങ്കിലും ഞങ്ങൾ നേരത്തെ ചെയ്തു തുടങ്ങി. അപ്പം അത് വിട്ട് കളയണ്ടെന്ന് വെച്ച് നമ്മൾ ആ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴു
വളർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഓ, വല്ലാത്ത ഫീല്. ഈ അമ്പലത്തിലുള്ള അവർക്കൊക്കെ അറിയാവോ ഗായികയാണെന്ന്? അറിയാം. അമ്പലത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാടാൻ? അമ്പലത്തില് ഇപ്പൊ വൃശ്ചികവ്രതാകുമ്പോ 41 ദിവസം ഭജനയുണ്ട്. അപ്പൊ അത് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഭജൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം. അപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ട് ഏതാ? അതായത് ഏറ്റവും ഒരു പാട്ട് പാടാൻ പറഞ്ഞ ആദ്യം പാടുന്ന പാട്ട്? ആദ്യം പാടാൻ താമരപ്പൂവിൽ ഒരു മന്ദസ്മിതമായി വീണാധാരിണി ദേവി, ഓരോ ജീവകണത്തിലും കൊടികൊള്ളും ആദ്യന്തമാകും ആലംബമേ. താമരപ്പൂവിൽ ഒരു മന്ദസ്മിതമായി വീണാധാരിണി ദേവി. അടിപൊളി അടിപൊളി. ഈ എനിക്ക് തോന്നുന്നേ വേറെ എന്തെങ്കിലും ട്രൂപ്പുകളിലൊക്കെ എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടോ? ഇപ്പൊ ഈ കഴിഞ്ഞ നവാഹമല്ല, കഴിഞ്ഞ എന്തായിരുന്നു പൂജയെടുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പൊ 2 ഭജനയ്ക്ക് പോയി. ഭജനയാണ് മെയിനായിട്ട് ഉള്ളത്. സിനിമാ ഗാനങ്ങള് ഗ്രൂപ്പുകളിലൊക്കെ പാടത്തില്ല. ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ മുത്തു മുത്തു ആസൈ മുടിന്തു வைத்த ആസൈ വെണ്ണിലവ് തൊട്ട് മുത്തമിട ആസൈ എന്നെ இந்த ഭൂമി ചുറ്റി വര ആസൈ. പിന്നെ കല്യാണ സ്ഥലത്തൊക്കെ അത്യാവശ്യം കരോക്കെ ഇട്ട് അത്യാവശ്യം പാടും. തൊട്ട് പൈസയൊക്കെ തരാൻ കിട്ടാൻ തുടങ്ങിയോ പാട്ടിന്? ഭജനയ്ക്ക് പോകുമ്പോ എന്തെങ്കിലും കിട്ടും. അതല്ലാതെ നമ്മള് പിന്നെ നമ്മുടെ ഒരു സംതൃപ്തിക്ക് പാടുന്നതല്ലാതെ കല്യാണത്തിന് പോകുമ്പോഴൊന്നും അങ്ങനെ കിട്ടാറില്ല. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നതേ ഇതുപോലെ ഈ ഒത്തിരി കലാകാരന്മാര് നമ്മളറിയാതെ ഒളിഞ്ഞിരിപ്പുണ്ട് പലയിടത്തും. അവരുടെ കഴിവുകളുള്ള ആളുകൾ കുഞ്ഞുനാൾ മുതലേ പാടി. എനിക്കറിയാവുന്ന നമ്മുടെ ഒരു അയൽവക്കത്തൊരു പട്ടാളക്കാരനുണ്ട്, ജവാൻ. ഭയങ്കര അസാധ്യമായിട്ട് പാടുന്ന ആളാണ്. പക്ഷെ പുള്ളി കറക്റ്റ് 18 വയസ്സായപ്പോ തന്നെ പുള്ളി പട്ടാളത്തിലേക്ക് പോയി. തിരിച്ച് റിട്ടയർഡായി വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അന്നേരം ആ ഒരു നല്ലൊരു കാലഘട്ടം തന്നെ അവിടെ പോയി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സോഷ്യൽ മീഡിയസ് ഒക്കെ വന്നതോടുകൂടി ഒത്തിരി കുട്ടികൾക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടല്ലേ. നമ്മുടെ കാലഘട്ടത്തിൽ അതില്ലാതെ പോയതാണ് ഒരു പ്രശ്നം. ഭജൻസിനൊക്കെ കൂടുതലായിട്ട് പോകുമ്പോഴേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇച്ചിരി ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഭജൻസ്. നമ്മുടെ മറ്റേ നന്ദഗോവിന്ദം ടീം വന്നതോടുകൂടി കുറച്ചും കൂടി ഒരു ഇതായി. എനിക്ക് തോന്നുന്നു ആളുകൾ കൂടുതലായിട്ട് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. എനിക്ക് അങ്ങനെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ് പഠിപ്പിക്കാറുള്ള സോങ് എന്തെങ്കിലും ഉണ്ടോ ചേച്ചിയുടെ? രാധതൻ പ്രേമത്തോടാണോ അങ്ങനെ ആ പാട്ടാണല്ലേ? നമുക്ക് 2 പാട്ടാ കേട്ടാലോ? വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ ഇതു ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷെ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? സൂപ്പർ സൂപ്പർ, അടിപൊളി. പിന്നെ ഈ എനിക്ക് തോന്നുന്നത് സൗണ്ട് നല്ല ഷാർപ്പ് സൗണ്ടാണ്. അതായത് ജാനകി അമ്മയുടെയൊക്കെ ആ ഒരു
ഇതിനൊക്കെ പറ്റുന്ന വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതേപോലെ സൗണ്ടിനെ കുറിച്ച്? പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? ജാനകിയമ്മയുടെ പാട്ട് ഏതെങ്കിലും എടുക്കാറുണ്ടോ? ഒരെണ്ണം പാടാൻ പറഞ്ഞാലോ? നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവകവേദിയിൽ നിൻമിഴി പക്ഷികൾ തോവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവകവേദിയിൽ നിൻമിഴി പക്ഷികൾ തോവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. എനിക്ക് തോന്നുന്നു ഫേവറേറ്റ് പാട്ടാണെന്ന് തോന്നണല്ലേ? കാരണം വെച്ചാൽ അതൊരു കറക്റ്റ് നമ്മളങ്ങനെ ലയിച്ചങ്ങ് പോകുന്നുണ്ട്. വീട്ടില് ഞാന്, ഹസ്ബൻഡ്, 2 മക്കള്. എന്ത് ചെയ്യുന്ന? ഹസ്ബൻഡ് അമ്പലത്തിൽ ജോലിയുണ്ട്. എനിക്കും അമ്പലത്തിൽ ചെറിയൊരു ജോലിയുണ്ട്. പിന്നെ മക്കള്, മോള് MSc കഴിഞ്ഞിട്ട് നിൽക്കുവാണ്, മോൻ CA ചെയ്തോണ്ടിരിക്കുവാണ്. കുട്ടികളൊക്കെ ഇതൊരു പാട്ടിനോട് താല്പര്യമുണ്ട്. ചേട്ടനോ? ചേട്ടനും പാട്ട് പാടത്തില്ലെന്നേ ഉള്ളൂ, പാട്ടൊക്കെ ഇഷ്ടമാണ്. ഞങ്ങള് പാടുന്ന കേൾക്കുമ്പോ വെറുതെ കൂടെ പാടും. നിങ്ങൾ എല്ലാരും കൂടി ഓളം വെക്കാറുണ്ടോ പാട്ടൊക്കെ ആയിട്ട്? ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടല്ലേ? വാതിലൊക്കെ അടച്ചു കൂട്ടി ഇരുന്നിട്ടാണ്? പിന്നെ ഈ എനിക്ക് നല്ല ഭക്തരാണെന്ന് തോന്നുന്നല്ലേ? അതെ, ഞങ്ങൾ അമ്പലവാസികളല്ലേ. അമ്പലവാസികളാണ്. അമ്പലത്തിൽ രാവിലെ എഴുന്നിട്ട് കുളിച്ച് അമ്പലത്തിൽ പോകുക, എല്ലാവർക്കും മനസ്സിന് നമുക്കൊരു ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടുന്ന. ഈ നമ്മുടെ ജാനകിയമ്മയുടെ കഴിഞ്ഞ പിന്നെ ഇഷ്ടമുള്ള ഗായിക ആരാ? വാണിജ്യറാമാണ്. അതെങ്ങനെ ഈ ഒരു സൗണ്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നല്ലേ? എനിക്ക് തോന്നുന്നതേ നമ്മുടെ മറ്റേ ജാനകിയമ്മയുടെയും വാണി ജയറാം മാഡത്തിന്റെയും അതുപോലെ തന്നെ ഈ ലതാജിയുടെയും ഒക്കെ കൂടി ചേർന്നൊരു സൗണ്ടാണെന്ന് തോന്നുന്നത് കേട്ടാ. ഈ വാണി ജയറാമിന്റെ ആണെങ്കിൽ ഏത് പാട്ടാണ് പാടും? പൂക്കൾ പനിനീർപ്പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം കിളി തന്നീണം നീയും കേൾക്കുന്നുണ്ടോ, വന്നു നാം രണ്ടാളും ഇരുവഴിയേ വിടവരെ പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴിയേ. പൂക്കൾ പനിനീർപ്പൂക്കൾ നീയും കാണുന്നുണ്ടോ, സുഗതമീ നാളിൽ ലലലലലല പ്രണയശലഭങ്ങൾ ലലലലലല അണയുമോരാഗതോതുമായി സ്വർണദീപശോഭയിൽ എന്നെ ഓർമ്മ പുൽകവേ മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. നീലാകാശ ചെരുവിൽ നിന്നെ കാണാം വെൺതാരമായി, നീളെ തെന്നും പൂവിൽ
മണിമുകിൽ മണിച്ചുണ്ടാൽ മുത്താൻ വരൂ, ആരോ മൂളും പാട്ടായി മുളം തണ്ടേ നിന്നുള്ളിൽ ഞാൻ. മായുമീ മരതക ഛായയിൽ മൗനമാം മധുകണം ചേരവേ, കുറുകിവാ കുളിർവെൺ പ്രാക്കളേ, ഒഴുകുമീ കളിമൺ തോണിയില്ലോ ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്കു കവിൾത്തടങ്ങൾ നുള്ളി നുകരും ശലഭമായി ഞാൻ. സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരുവിൽ ഒഴുകി വന്ന കുളിരരുവി അലകളായി ഞാൻ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി കേട്ടോ. ഇവരുടെ ഫുൾ ഫാമിലി ആയിട്ടില്ല, ഇവരൊരു മോളെയും കൂടി വരാനുണ്ട്, ആൾ പഠിക്കാൻ പോയിരിക്കുവാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ മിനിച്ചേച്ചിയുടെ അമ്മയും ഹസ്ബൻഡും മോനുമാണ് ഉള്ളത്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ട് കുടുംബമാണ് കേട്ടോ ഇവര്. പക്ഷേ മിനിച്ചേച്ചി ഒഴിച്ചു ബാക്കി ആരും നമ്മുടെ ക്യാമറയുടെ മുന്നിൽ പാടിയാലെന്നുള്ള മാത്രമേ ഉള്ളൂ. അമ്മയും ഭയങ്കര വലിയൊരു ഗായികയാണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോ പറയണെങ്കിൽ നമ്മൾ ലാസ്റ്റ് രണ്ടുപേരും നമുക്ക് പാടും, ലാസ്റ്റ് മാത്രം. എങ്ങനെയുണ്ട് ഇവിടുത്തെ പാട്ടും കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകും? പറഞ്ഞ പോലെ തന്നെയാണ്, കുടുംബപരമായിട്ട് ഇവര് ഗായികമാരായിരുന്നു. അതിൽ നിന്നും ഇവിടെ ഉരുത്തിരിഞ്ഞ് ഇവിടെ വന്നതാണ്. ഇവിടെ എത്തി ഇവിടെ വന്ന് കഴിവുകളെ ഇവിടെ ക്ഷേത്രങ്ങളിൽ അത്യാവശ്യം പോകുന്നുണ്ട്. പിന്നെ തന്നെ ഇതുപോലുള്ള ചാനലുകൾ വന്നു, അതിന്റെ പേരിൽ ഒരു ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളും ഒക്കെ എനിക്ക് അത്യാവശ്യം എല്ലാരും പാടുന്ന, രണ്ടുപേരും അത്യാവശ്യം കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കൂട്ടത്തിലുണ്ട്. മകനും ഒക്കെ പാടി അഭിനയിച്ചിട്ടുമുണ്ട് ആണല്ലേ. അപ്പൊ നിലവിൽ ഇങ്ങനെയാണ് കുടുംബത്തിന്റെ അവസ്ഥ. കുടുംബം വളരെ നന്നാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി, നമ്മുടെ ഈ ഒരു ചാനലിന് വേണ്ടി തന്നതിന് വളരെ സന്തോഷം. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം വേറൊന്നുമല്ല, ഇതുപോലെ നമ്മളിപ്പോൾ കാണിച്ച ഒരാളെയാണ്, പക്ഷെ ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ കാണും. അത് അവരുടെ പല അഭിരുചികളുള്ള ആളുകളായിരിക്കാം. ചിലപ്പം എഴുത്തായിരിക്കാം, വായനയായിരിക്കാം, അല്ലെങ്കിൽ വരയായിരിക്കാം, പാട്ടായിരിക്കാം, സംഗീതം, അങ്ങനെ പല മേഖലയിലും. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുപോലെ മൂടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷെ മിനിച്ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നിൽക്കുന്ന ആ ഒരു വർക്ക് ചെയ്യുന്ന മേഖലയിൽ ആ ഒരു ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭജൻസ് എന്നുള്ള ലെവലിലേക്കൊക്കെ കുറെ അവസരങ്ങൾ ഉണ്ട്. പക്ഷെ ഇതുപോലും കിട്ടാത്ത ആളുകൾ അനേകം നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ നാട്ടുകളിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട്. മൻസൂർ മുഹമ്മദ്. 2 വരി അമ്മയുടെ പാട്ടോടുകൂടി നമ്മുടെ ഈ ഒരു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻചിരിയിലലിയുന്നൻ ജീവരാഗം. ഇത്ര മതി. ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന ഏത് പാട്ടിലാ? മഞ്ചാടിക്കുന്നേ മണിമുകിലുകൾ വന്നു പീലി വീശിയാടിടുന്നു മോകം, തെയ്യം തെയ്യം മഞ്ചാടിക്കുന്നേ മണിമുകിലുകൾ വന്നു പീലി വീശിയാടി